ഒരു അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ടതായ കടമ സ്വയം നിർവഹിച്ച് മാതൃകയായിരിക്കുകയാണ് 5ാം ക്ലാസ് വിദ്യാർത്ഥിനി സഹറ ഫാത്തിമ. വീടിനടുത്തുള്ള ചിറയിൽ മുങ്ങിത്താണ് 2 വയസ്സുകാരനായ കുട്ടിയെ സഹറ വെള്ളത്തിലിറങ്ങി രക്ഷിക്കുകയായിരുന്നു. സ്വന്തം ജീവൻ വകവയ്ക്കാതെ മറ്റൊരു ജീവനെ രക്ഷിച്ച സഹറയ്ക്ക് അഭിനന്ദനങ്ങളുമായി എത്തിയിരിക്കുകയാണ് കോതമംഗലത്തെ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ. ഇതാണ് സഹറ ഫാത്തിമ, കോതമംഗലം സെന്റ് ജോർജ് ഹൈസ്കൂളിലെ 5ാം ക്ലാസ്സുകാരി. നെല്ലിക്കുഴി കാപ്പുചാലിൽ നൌഫൽ സബീന ദമ്പതികളുടെ മകൾ. കോതമംഗലം അഗ്നിരക്ഷാ നിലയത്തിലെ FSO മുഹമ്മദ് അജ്മൽ ഷായുടെ മുന്നിലിരിക്കുന്ന സഹറയുടെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവുമില്ല, പറയത്തക്ക ആശ്ചര്യവുമില്ല, പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത ഭാവം. എന്നാൽ 2 വയസ്സ് പ്രായമുള്ള വെള്ളത്തിൽ മുങ്ങിത്താണ കുരുന്നിനെ രക്ഷിച്ച് കരയിലെത്തിച്ച് ജീവൻ തിരികെ നൽകിയ കക്ഷിയാണ് ഈ ഇരിക്കുന്നത് എന്നതാണ് വാസ്തവം. വർണ്ണനകളിൽ അവസാനിക്കാത്ത ധീരപ്രവൃത്തി ചെയ്ത സഹറയെ അഭിനന്ദിക്കാൻ വിളിച്ചു വരുത്തിയതായിരുന്നു ഉദ്യോഗസ്ഥർ. ഇക്കഴിഞ്ഞ 1-ാം തീയതിയാണ് സംഭവം. സഹറയുടെ അയൽവക്കത്തെ വീട്ടിൽ വിരുന്നുവന്ന മലപ്പുറം സ്വദേശി സബീറിന്റെ മകൻ 2 വയസ്സുള്ള മുഹമ്മദ് റൈസാൻ തൊട്ടടുത്തുള്ള കാപ്പുച്ചിറയിലെ ജലാശയത്തിലേക്ക് കാൽവഴുതി വീണു. അവധിക്കാലമായതിനാൽ സമീപത്ത് സൈക്കിൾ ചവിട്ടുകയായിരുന്ന സഹറ ഫാത്തിമ ശബ്ദമുണ്ടാക്കാനോ ആളെ കൂട്ടാനോ തയ്യാറായില്ല. പകരം വെള്ളത്തിലേക്ക് എടുത്തുചാടി മുങ്ങിത്താണ കുരുന്നിനെ രക്ഷിച്ച് കരക്കെത്തിച്ചു. നെല്ലിക്കുഴി കാപ്പുച്ചിറ ഭാഗത്ത് മലപ്പുറത്തുനിന്ന് ഒരു വീട്ടിൽ വിരുന്നു വന്ന ഒരു ഫാമിലിയുടെ കുട്ടിയാണ് കാപ്പുച്ചിറ ചിറയിലേക്ക് അവരുടെ ഫാമിലിയുടെ ഒന്നും ശ്രദ്ധയിൽപ്പെടാതെ ഇറങ്ങി വന്ന് സ്റ്റെപ്പിൽ കൂടെ ഇറങ്ങി വന്ന് ആഴത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കുട്ടി അതിലെ സൈക്കിൾ വിട്ട് വരുമായിരുന്നു. അങ്ങനെ കണ്ട് പെട്ടെന്ന് തന്നെ സൈക്കിൾ ഉപേക്ഷിച്ച് ചിറയിലേക്ക് ഇറങ്ങി. അപ്പോൾ നീന്തൽ അറിയാവുന്നതുകൊണ്ട് ധൈര്യമായിട്ട് ഇറങ്ങി കയ്യെ പിടിച്ച് ഉടുപ്പയിൽ പിടിച്ച് വലിച്ച് സ്റ്റെപ്പിന്റെ മുകളിലേക്ക് കയറ്റുമായിരുന്നു. അപ്പോൾ തന്നെ നാട്ടുകാരൊക്കെ ഓടി വരും. കൊച്ചിനെ കമത്തി വെള്ളം ഞെക്കി കളയുകയൊക്കെ ചെയ്തപ്പോഴാണ് കൊച്ചു സ്റ്റഡി ആയത്. 3-ാം വയസ്സ് മുതൽ നീന്തൽ പരിശീലിക്കുന്ന സഹറയ്ക്ക് കാപ്പുച്ചിറയും ഇതിലെ വെള്ളവും സുപരിചിതമാണ്. അവിടെ ചിറ അടുത്തുള്ളതുകൊണ്ട് ഞങ്ങളെല്ലാവരും ചിറയിൽ ഇറങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് 3 വയസ്സ് മുതൽ നീന്തൽ പരിശീലിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നല്ലോണം നീന്തൽ അറിയാവുന്നു. അതുപോലെ വെക്കേഷൻ സമയം ആയതുകൊണ്ട് എന്നും വൈകിട്ടും ഒക്കെ ചിറയിൽ നീന്തലും കുളിയൊക്കെ ഉള്ളതുകൊണ്ട് ധൈര്യമായിട്ട് ചിറയിൽ ഇറങ്ങാനുള്ളൊരു കിട്ടിയത് അങ്ങനെയാണ്. ഒരു അഗ്നിരക്ഷാസേന ജീവനക്കാരന്റെ കടമ നിർവഹിച്ച 10 വയസ്സുകാരിയായ സഹറയെ അഭിനന്ദിക്കാൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ കോതമംഗലം സ്റ്റേഷൻ ഓഫീസർ മുഹമ്മദ് അജ്മൽ ഷാ നൽകിയ സന്ദേശം ഇങ്ങനെയാണ്. നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും ആദ്യത്തെ സന്തോഷം, ഏറ്റവും ആദ്യത്തെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, സന്ദേശം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ ശരീരമുള്ള ആളല്ല, തീരെ ഏറ്റവും നല്ല വലിയവരോട് കരുണയുള്ള, ഏറ്റവും പെട്ടെന്ന് തീരുമാനമെടുക്കാൻ കഴിവുള്ള ആളാണ് തീരൻ എന്നൊരു പാഠമാണ്, സന്ദേശമാണ് നമുക്ക് ഏറ്റവും ആദ്യം കിട്ടുന്നത്. അതിന് ഞാൻ ആദ്യം ഈ കുറിച്ച് ആലോചിക്കുകയാണ് എല്ലാവരും. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും സഹറയുടെ ചിന്തയിൽ മുഴുവനും 6-ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്ന സ്കൂൾ ദിനങ്ങളും പുതിയ കൂട്ടുകാരും പുത്തനുടുപ്പുകളുമെല്ലാമാണ്. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സതീഷ് ജോസ്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ലൈജു വിജെ, മറ്റുദ്യോഗസ്ഥർ, ഹോം ഗാർഡുകൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.